ആഗോള അയ്യപ്പ സംഗമം തടയണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. ഹൈക്കോടതിയിലെ ഹർജിക്കാരായ VC അജികുമാർ, അജീഷ് ഗോപി എന്നിവർക്ക് പുറമെ തിരുവനന്തപുരം സ്വദേശി ഡോക്ടർ PS മഹേന്ദ്രകുമാറുമാണ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങളുമായി KK പ്രശാന്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, കോടതി ആദ്യം പറഞ്ഞത് ഈ അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോകാമെന്നാണ്. ഇപ്പോൾ അതിനെതിരെ ഒരു ഹർജി വന്നിരിക്കുന്നതിന് പിന്നിൽ അവർ പറയുന്നത്, അവർ വാദിക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമെന്നാണ്. ഏത് തരത്തിലുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ്? CPM തന്നെയാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സർക്കാർ നേതൃത്വം കൊടുക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇത് രാഷ്ട്രീയമായ ഒരു സംഗമമാണെന്ന് ആരോപിക്കുന്നത്? രാജേഷ്, ഹൈക്കോടതിയിൽ ഉന്നയിച്ച അതേ വാദം തന്നെയാണ് ഈ കക്ഷികൾ സുപ്രീം കോടതിക്ക് മുന്നിലേക്കും വെച്ചിട്ടുള്ളത്. അതായത് ഇതിന് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. പ്രധാനമായും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകൾ കണ്ട് ഏതെങ്കിലും ഒരു വിഭാഗത്തെ കൂടെ നിർത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നീക്കം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നടക്കുന്നത്. ദേവസ്വം ബോർഡിന്റെ നീക്കമായി മാത്രം കാണരുത് എന്നുള്ളതാണ് ഹർജിക്കാർ വ്യക്തമാക്കുന്നത്. കാരണം അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, മാത്രമല്ല സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഹൈക്കോടതിയിലും ഈ ഹർജിക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ നിലപാടെടുത്തത് ഈ അയ്യപ്പ സംഗമം നടക്കട്ടെ എന്നുള്ളതാണ്. ഈ മാസം 20-നാണ് ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നത്. അതുകൊണ്ട് അതിൽ ഇപ്പോൾ ഇടപെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും ഹൈക്കോടതി പറഞ്ഞത്. മാത്രമല്ല അതിൽ ഹൈക്കോടതി ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കണക്കുകളും ഓഡിറ്റ് ചെയ്ത് കൃത്യമായി ഹാജരാക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ശബരിമലയുടെ പവിത്രത കളങ്കപ്പെടുത്തരുത് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ നിർണായകമായ നിർദ്ദേശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുന്നു. ദേവസ്വം ബോർഡിന് ആശ്വാസകരമാകുന്ന വിധിയാണ് ഹൈക്കോടതിയോട്. ഇതിനെ തുടർന്നാണ് ഈ നേരത്തെ നൽകിയ ഹർജിക്കാർ 2 പേർ, അതിന് പുറമെ തിരുവനന്തപുരം സ്വദേശി കൂടി സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഈ ഹർജിയാണ് ഇന്ന് 2-അംഗ ബെഞ്ച് പരിഗണിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തടയണം എന്ന തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതിലേക്ക് ഏത് തരത്തിൽ സുപ്രീം കോടതി പോകുമോ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം ദേവസ്വം ബോർഡ് ഇതുമായി ബന്ധപ്പെട്ട തടസ്സ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനമായി പറയുന്നത് ഇക്കാര്യങ്ങൾ വിശദമായി പരിഗണിച്ച് തന്നെ പരിശോധിച്ചാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടായത്. അതുകൊണ്ട് ഇനി അതിൻ്റെ അകത്തൊരു ഇടപെടലിന്റെ ആവശ്യമില്ല. മാത്രമല്ല എല്ലാം സുതാര്യമാണെന്ന് ഉറപ്പാക്കുന്നുണ്ട്. അത് ഉറപ്പാക്കണം എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം തന്നെ ഹൈക്കോടതിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ വേണമെങ്കിലും ഇക്കാര്യങ്ങൾ ഉറപ്പ് നൽകാം എന്നുള്ളതായിരിക്കും ദേവസ്വം ബോർഡ് സ്വീകരിക്കുക. അതേസമയം തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ഈ അയ്യപ്പ സംഗമത്തിനപ്പുറത്തേക്ക് ഇത് ശബരിമലയുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ മറ്റ് നാമജപ ഘോഷയാത്രയൊക്കെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ടടക്കം തന്നെ നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകളിൽ മേൽ ഒരു നടപടിയും മുന്നോട്ട് കൊണ്ടുപോകുകയോ അല്ലെങ്കിൽ അത് പിൻവലിക്കുന്നതിനാവശ്യമായ സമീപനം സ്വീകരിക്കുകയും അയ്യപ്പ ഭക്തന്മാർക്ക് ഒപ്പം നിൽക്കുകയും ചെയ്യുന്ന സമീപനം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇത്തരം നടപടി അത് ഇത്തരം നീക്കങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതാണ് ഹർജിക്കാരുടെ വാദം. രാജേഷ്.